Meet the editors. സമാധി സമാധാനം കെടുത്തുമോ എന്നതാണ് ചോദ്യം. ഉണ്ണിപരാശൻ, സമാധാനം കെടുത്തുമോ? ഇന്നിപ്പോൾ ഈ ആ സ്ഥലത്ത് വന്നു നിന്നിട്ട് VSDP ഉണ്ടല്ലോ, ഈ വൈകുണ്ഠ സ്വാമി ധർമ്മ പ്രചാരണ സഭ എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, VSDPയുടെ ഒരു നേതാവ് അവിടെ എത്തിയിട്ട് പറഞ്ഞത് ഇതൊക്കെ ഒന്ന് അവസാനിക്കട്ടെ, ഞങ്ങൾ മാധ്യമങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കും എന്നാണ്. കാരണം വെച്ചാൽ മാധ്യമങ്ങളെല്ലാം ചേർന്ന് ആ കുടുംബത്തെ ആക്ഷേപിച്ചു എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതൊരു നല്ല സൂചനയല്ല. ഒന്നാമത്തെ കാര്യം, മാധ്യമങ്ങൾ എന്താണ് ഇക്കാര്യത്തിൽ ചെയ്തത്? മാധ്യമങ്ങൾ ചെയ്തത് ഇങ്ങനൊരു സംഭവം ജനങ്ങളുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. വളരെ ദുരൂഹമായിട്ട് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് എന്താ? മിസ്സിംഗ് എന്നുള്ള കേസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? മാൻ മിസ്സിംഗ് എന്നുള്ള കേസാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം മാൻ മിസ്സിംഗ് എന്നൊരു കേസ് ഉണ്ടാകുന്നതിൻ്റെ സാഹചര്യം എന്താണ്? ഇപ്പോൾ ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരാൾ സമാധിയായി എന്ന് പറയുന്നു. സമാധിയായി എന്ന് പറഞ്ഞ ആരാണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ 2 മക്കളുമാണ് പറഞ്ഞത്. മരിച്ചു എന്നാണ് പറഞ്ഞത്. മരിച്ചു എന്ന് പറയുന്നതിന് അന്ന് മാധ്യമങ്ങളും നമ്മളുടെ ചർച്ചയിൽ നമ്മൾ ആവശ്യപ്പെട്ടത് ആകപ്പാടെ മരണം സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണം സ്ഥിരീകരിക്കുന്നത് ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ മറ്റ് സംസ്കാരങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ, സംസ്കാര നടപടികളിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അതെങ്ങനെ സംസ്കരിക്കണം എന്നുള്ളത് ഡെഡ് ബോഡിയുടെ റൈറ്റ് പോലുള്ളൊരു സമൂഹമാണ് നമ്മളന്ന് പറഞ്ഞിരുന്നു, അല്ലേ? കാരണം വെച്ചാൽ എൻ്റെ മൃതദേഹം എങ്ങനെ സംസ്കരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അത് സമാധി ഇരുത്തണോ, അല്ലെങ്കിൽ ഗംഗയിൽ ഒഴുക്കി കളയണോ, അല്ലെങ്കിൽ ദഹിപ്പിക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ റൈറ്റാണ്. എൻ്റെ റൈറ്റിനകത്ത് ഒരു സംശയവും ആർക്കുമില്ല. പക്ഷേ ഒറ്റ കാര്യം സ്ഥിരീകരിച്ചാൽ മതി, മരണം എന്ന് പറയുന്നത് സംഭവിച്ചിരിക്കുന്നത് സ്വാഭാവിക മരണമാണോ, ആത്മഹത്യയാണോ, കൊലപാതകമാണോ, ഇക്കാര്യം അറിയാൻ സ്റ്റേറ്റിനൊരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് അത് മാത്രം സ്ഥിരീകരിക്കണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ആ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കോടതി ഇടപെടുന്നു, സർക്കാർ ഇടപെടുന്നു, അതിൻ്റെ തുടർച്ചയായിട്ട് അന്വേഷണങ്ങൾ നടക്കുന്നു. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ്, അല്ലേ? പ്രാഥമിക റിപ്പോർട്ടിൽ ഇന്നിപ്പോൾ പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഒരു അന്തിമ റിപ്പോർട്ടല്ല, ഇനിയും 2-3 പരിശോധനകളോട് നടത്താനുണ്ടെന്നുള്ളത്. മാത്രമല്ല, ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ അഴുകിയ നിലയിലായിരുന്നുവല്ലോ മൃതദേഹം. അപ്പോൾ അതിൽ നിന്ന് ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയാൽ കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾക്കൊരു പരിമിതിയുണ്ട്. അപ്പോൾ ഇനിയിപ്പം ബാക്കിയുള്ള സാമ്പിളുകളൊക്കെ പരിശോധിച്ചിട്ട് വരുള്ളൂ. അസ്വാഭാവികതയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇതിനകത്ത് പ്രശ്നം, മറിച്ച് ഇതൊരു വിഷയമാക്കി ഇനി കൊണ്ടുവരരുത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നല്ലൊരു പരിഷ്കൃത സമൂഹത്തിനകത്ത് ഒരു മരണം സംഭവിച്ചാൽ ആ മരണത്ത് ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് സ്ഥിരീകരിക്കപ്പെടണം. അതിനുശേഷം പിന്നെ സമാധിയോ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയോ, ഇപ്പോൾ നാളെ നമ്മൾ മനസ്സിലാക്കുന്ന നിംസ് ആശുപത്രിയിൽ നിന്ന് വലിയൊരു നാമജപ ഘോഷയാത്രയോടുകൂടിയാണ് ഈ മൃതദേഹത്തെ ഈ സംസ്കരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. അവിടെ അദ്ദേഹത്തെ സമാധിയിരുത്തിയതിന് ശേഷം അതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള തീരുമാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. അതൊക്കെ നടക്കട്ടെ. പക്ഷേ ഇതിനകത്ത് VSDP പോലുള്ള സംഘടനകൾ വന്നിട്ട് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമെന്നൊക്കെ പറയുമ്പം മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല. ഒരു സംസ്ഥാനത്തും ഒരു രാജ്യത്തും നിലവിലുള്ള നിയമം അതിൻ്റെ വഴിക്ക് പോകണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിലൊരു ദുരൂഹതയും പാടില്ല. അത് നല്ലൊരു കാര്യമല്ലേ? ആ കുടുംബത്തിലെ ഒരു മരണത്തെ സംബന്ധിച്ച് ഒരു ദുരൂഹതയും ഇല്ലാതെ സമൂഹത്തിന് അതൊരു ക്ലാരിറ്റി വരുന്നതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ അതിന് തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ നിശ്ചയിച്ചോട്ടെ. പക്ഷേ ഇതിനകത്തൊരു സമാധാനക്കേടുണ്ടാക്കാൻ ആരും തുനിഞ്ഞിറങ്ങരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ശരി, ഇത് മാൻ മിസ്സിംഗ് കേസാണ്. മാത്രമല്ല, ഒരു മരണം സംഭവിച്ചാൽ അതൊരു ഡോക്ടറെ കൊണ്ട് സർട്ടിഫൈ ചെയ്യേണ്ടതാണ് ഡോക്ടർ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഗോപൻ സ്വാമി മരിച്ചു അല്ലെങ്കിൽ സമാധിയായി എന്ന് പറയുന്നത് അവരുടെ കുടുംബമാണ്, വേറെ ആരും സാക്ഷികളായി ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ സമാധി എന്ന് പറയുന്ന ഒരു ചടങ്ങ്, അതേക്കുറിച്ച് അറിയുന്നവർ പറയുന്നത് അത് ആളുകൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ചടങ്ങായിരിക്കും. സമാധി ഇരുത്തുമ്പോൾ അവിടെ പ്രത്യേക പ്രാർത്ഥനകളുണ്ടാകും, ഒരു സംഘമൊക്കെ അതിന് ചുറ്റും ഉണ്ടാകുന്നതാണ്. ഇതിപ്പോൾ ആരും അറിയില്ല, ആ കുടുംബം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല, വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമാധിയുടെ ഗുണം നഷ്ടപ്പെടുമെന്ന രൂപത്തിലൊക്കെയാണ് മക്കളുടെ പ്രതികരണം നേരത്തെ കണ്ടത്. ഇന്നിപ്പോൾ മകൻ പ്രതികരിക്കുന്നത് സമാധി ഒരു വികൃത രൂപത്തിലാക്കിയെന്നാണ്. ആ ഒരു വികൃത രൂപത്തിലാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ആ കുടുംബം പറയുന്നതും ആ കുടുംബത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ചില സംഘടനകൾ അത് മുതലെടുപ്പ് നടത്താൻ വരുന്നവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അസ്വാഭാവിക മരണമല്ല എന്നുള്ള പ്രാഥമിക റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് മുറിവുകളില്ല, ചതവുകളില്ല പുറത്ത് എന്നുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അതേസമയം ശ്വാസമുട്ടുണ്ടായിട്ടുണ്ടോ, ഈ കഴുത്തറ്റം വരെയും ഭസ്മം അടക്കം ഈ ദ്രവ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ സമാധി ഉണ്ടാക്കിയത്. അപ്പോൾ അത് മൂക്കിലേക്ക് പോയിട്ടുള്ള ശ്വാസമുട്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ തരത്തിലുള്ള ആന്തരികാവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് ഇനിയും കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതവിടെ ഒരു വശത്ത് നിൽക്കുന്നു. സ്റ്റേറ്റിൻ്റെ ചുമതല നിറവേറ്റുമ്പോൾ ആ ചുമതല നിറവേറ്റുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ കുടുംബവും ആ കുടുംബത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ചെയ്തിരുന്നത്. അത് അസ്വാഭാവികമായി ഒരു പുരോഗമന ആശയങ്ങൾ അല്ലെങ്കിൽ പുരോഗമന രീതിയിൽ പ്രവർത്തിക്കുന്ന
പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയിൽ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അത് സ്വാഭാവികമായും റിപ്പോർട്ട് ചെയ്യപ്പെടും, അതിൽ ആശങ്കപ്പെടും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ പത്തനംതിട്ട എലന്തൂരിലെ നരബലി മറന്നിട്ടില്ല. അന്ന് ആ ഘട്ടത്തിലും അതിനെ ന്യായീകരിക്കുന്ന പ്രതികരണങ്ങളൊക്കെ ഒരു വസ്തു വന്നിരുന്നു. പക്ഷേ അത് മൈൻഡ് ചെയ്യാതെ തന്നെയാണ് അന്നും വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുകയും വലിയൊരു കൊലപാതകത്തിൻ്റെ ചുരുളഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവിക മരണമാണോ അല്ലേ എന്നുള്ള ഒരു അന്വേഷണം സ്വാഭാവികമായ ഒരു സ്റ്റേറ്റ് നടത്തും. ഇനി അതല്ല, ഇതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവർ കോടതിയിലേക്ക് പോയത്. കോടതിയിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടായിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് പോയി. ഇനി സമാധിയുടെ അതിൻ്റെ ഫലമെല്ലാം നഷ്ടപ്പെടുന്ന രീതിയിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്താലെന്ന് ആദ്യം കുടുംബം പറഞ്ഞു. ഇപ്പോഴെന്താണ്, പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം അവർ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നു. അന്ന് തന്നെ ആ കുടുംബത്തിൻ്റെ പ്രതികരണമായി വന്നിട്ടുള്ള ഒരു കാര്യം, ഇതൊരു തീർത്ഥാടന കേന്ദ്രമാകാൻ പോകുന്നു എന്നുള്ളൊരു പ്രതികരണമാണ്. അപ്പോൾ അവരെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ ഏതോ ഒരു വേറൊരു ലോകത്ത് ജീവിക്കുന്ന ഒരു കുടുംബമായി മാറുകയാണത്. സമൂഹത്തിൻ്റെ ഒരു പരിഷ്കൃതമായ ഒരു കാര്യങ്ങളും അവരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിനൊരു വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് മുതലെടുപ്പ് നടത്താനിരിക്കുന്നവരാണ് ഒരു മഹാസമാധിയാക്കാൻ നിൽക്കുന്നത്, നാളെ ഒരു വലിയ ചടങ്ങായി ഇത് കൊണ്ടുപോകാൻ നിൽക്കുന്നത്. അത് എന്തായാലും ഈ പരിഷ്കൃത സമൂഹം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് അതിൻ്റെ തുടക്കം മുതൽ അതിനോടുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണെന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് സമാധാനം കെടുത്തുമോ എന്നുള്ള ആശങ്ക അവിടെ നിൽക്കുമ്പോൾ കെടുത്തരുത് എന്നുള്ള അഭ്യർത്ഥന തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ശ്രീ ആൻഡ്രു, അന്തിമമായി പോലീസ് റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെയെങ്കിലും നമ്മൾ ഇത് നിർത്തണം, പിന്നെ അതിനൊരു കമൻറ്റ് പറയുന്നത് നിർത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാത്രമല്ല കേരളത്തിലെ സമൂഹത്തിന് മുഴുവൻ ഇതിലെന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ട ഒരു ആകാംക്ഷയോടുകൂടി നിൽക്കുന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, ഇപ്പോൾ പ്രാഥമികമായി ഇപ്പോൾ മുറിവിച്ചില്ല, ചതവില്ല, അങ്ങനെയുള്ള കാര്യം, ഇത്രയും പ്രായമായ ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് അവരുടെ പോലീസ് റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. ഇനി ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് ഇതിലെന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ട് റിപ്പോർട്ടും ഡോക്ടർമാരുടെ റിപ്പോർട്ടും പുറത്തു വരുള്ളൂ. അതിനുശേഷമാണ് ഇത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുക. ഇപ്പം പോലീസ് കേസ് രജിസ്റ്റർ, നിങ്ങൾ പറഞ്ഞ പോലെ മാൻ മിസ്സിങ്ങിൻ്റെ കേസാണ്. മാൻ മിസ്സിങ്ങിൻ്റെ കേസ് പോയി. ഇനിത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്നുള്ളതിന് മാത്രമാണ് ഇതിനകത്ത്. ഇപ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇനി വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചാ വിഷയം കൂടെ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പോലീസ് റിപ്പോർട്ട് പുറത്തു വരികയാണെങ്കിൽ എന്താണ്, അതൊരു വലിയ കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം തന്നെ. അതുപോലെ തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. തൊട്ടടുത്ത സ്ഥലത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലൊരു അസ്വാഭാവിക മരണമുണ്ടായി എന്ന് പറയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അങ്ങനെ ഉണ്ടായതല്ല, അത് പ്രായാധിക്യം കൊണ്ട് മരിച്ചതാണ്, അതെല്ലാം അദ്ദേഹം സമാധി ഇരുന്നതാണ് എന്ന്, അത് അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറയുന്നതാണ് അതിൻ്റെ ശരിയും. പിന്നെ അതിനെ തീർത്ഥാടന കേന്ദ്രമാക്കണോ ആക്കണ്ടയോ എന്നുള്ളതൊക്കെ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അവർ എങ്ങനെയാണ് അവരുടെ വിശ്വാസം, അവരുടെ ശൈലിയും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ. പക്ഷേ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അന്തിമമായി പോലീസ് റിപ്പോർട്ട് പുറത്തുനിന്ന് വരുന്നത് വരെ എങ്കിലും അതിനെക്കുറിച്ച് അധികം കമൻറ്റ് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. സുജയ, ഇവിടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി മഹാസമാധി നാളെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇതുവരെ അത് മകനും അല്ലെങ്കിൽ അമ്മയും മാത്രം പറഞ്ഞിരുന്ന ഒരു സമാധിയാണെങ്കിൽ ഇനി അത് ഒരു മഹാസമാധി എന്ന തരത്തിൽ തന്നെ കൂടുതൽ ആളുകൾ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ മകൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ആ മൃതദേഹം കണ്ടെത്തുന്നത് എന്ന ഇടം അതുകൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട് പോകേണ്ടതാണ്. അവർ ആ സമാധി ഇരുത്തിയത് വേണ്ടതായ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളൊന്നും അറിയാത്ത ഒരു സാധാരണ കുടുംബമാണ്. അവരിതേക്കുറിച്ചൊക്കെ കേട്ടിട്ടുള്ള അറിവ് മാത്രം വെച്ചിട്ടായിരിക്കാം അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ചെയ്തത്. അതായത് ഇരിക്കുന്ന നിലയിൽ ആ മൃതദേഹം പുറത്തെടുത്ത ആളുകൾ തന്നെ പറയുന്നത് ഇരിക്കുന്ന നിലയിലായിരുന്നു, ഒരു പീഠത്തിൽ ഇരിക്കുന്ന നിലയിൽ, അതിന് മുകളിൽ തലയിൽ മുട്ടാത്ത തരത്തിൽ സ്ലാബ് വെച്ച് അടച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹം. ആ സ്ലാബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ചുറ്റും ഭസ്മവും സുഗന്ധദ്രവ്യവും പൂക്കളും കർപ്പൂരവും ഒക്കെ. ഈ മകൻ തന്നെ പറയുന്നുണ്ട്, അച്ഛനെ സമാധി ഇരുത്തിയത് മുഖത്തും ശിരസിലുമൊക്കെ വിഗ്രഹത്തിൽ ചാർത്തുന്നത് പോലെ കളഭം ചാർത്തിയാണ് സമാധി ഇരുത്തിയത്. അപ്പോൾ ഇതേക്കുറിച്ച് വേണ്ട രീതിയിലുള്ള ഒരു ഗ്രാഹ്യമില്ല, അല്ലെങ്കിൽ ഈ സമാധി ചടങ്ങുകൾ അങ്ങനെയുള്ളതിലൊന്നും പങ്കെടുക്കാത്തതിൻ്റെതായ അജ്ഞത കൊണ്ട് കുറേ കാര്യങ്ങൾ ആദ്യ ഘട്ടം മുതൽ തന്നെ മകൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ആ ഇരിക്കുന്ന പോസ്റ്റർ അടക്കം അയാൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. അപ്പോൾ നേരത്തെ ഉയർന്ന ആരോപണം എന്തായിരുന്നു, ഇദ്ദേഹത്തെ കൊലപ്പെടുത്തി കൊണ്ടുപോയി ഇട്ടതാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരെ ആ കുടുംബത്തിന് നേരെ ഉയർന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിലൊക്കെ ഒരു സത്യം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധന ഫലം വരണം. അതിന് ദിവസങ്ങളെടുക്കും. എന്തായാലും പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പരിശോധന അടിസ്ഥാനത്തിൽ ഡോക്ടേഴ്സ് പറയുന്നു ബാഹ്യമായി അങ്ങനെയുള്ള ക്ഷതങ്ങളോ ഒന്നും കാണുന്നില്ല എന്ന്. പക്ഷേ ഇത്രയും ദിവസമായതാണ്. വ്യാഴാഴ്ച ഈ മകനും കുടുംബവും പറയുന്നതനുസരിച്ച് വ്യാഴാഴ്ച സമാധി ഇരുത്തിയതാണ്. അപ്പോൾ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ആന്തരികാവയവങ്ങളുടെ ഫലം വരട്ടെ. സ്വാഭാവിക മരണമാണ് എന്നിപ്പോൾ പറയാറായിട്ടില്ല എന്നാണ് നെയ്യാറ്റിൻകര SHO SB പ്രവീണിന്റെ പ്രതികരണമായി നമ്മൾ കാണുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്ന ഒരു പ്രതികരണം അതാണ്. എന്തായാലും സമാധി ഒരു മഹാസമാധിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് സമാധാനം കെടുത്തുന്ന തരത്തിലേക്കൊന്നും പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. സമാധിയെ ഇനി മുതൽ മഹാസമാധി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ പോസ്റ്ററുകൾ മാത്രമാണ് മകനും കുടുംബവും ചേർന്ന് ഒട്ടിച്ചതെങ്കിൽ ആ ഒരു പ്രദേശം മുഴുവൻ വലിയ
രീതിയിൽ തന്നെ ഒരു ആഘോഷമായി നാളെ 3 മണിയോടുകൂടി ഇത് മാറാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ശരി, സമാധാനം കെടുത്തുമോ സമാധി എന്നുള്ളതായിരുന്നു ചോദ്യം. യെസ് എന്ന് 3, നോ എന്ന് Meet the editors.